നമസ്കാരം. ലോകത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഭാരതമെന്ന മഹാരാജ്യത്തിന് എന്നും സവിശേഷവും ആദരണീയവുമായ ഒരു സ്ഥാനമാണുള്ളത്. വൈവിധ്യങ്ങളുടെ വൻകരയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മണ്ണിൽ ജനിച്ചു വളർന്ന സംസ്കാരം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശങ്ങളാണ്. ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം കോടിക്കണക്കിന് മനുഷ്യരെ ഒരൊറ്റ വികാരമായി കോർത്തിണക്കുന്ന ഭാരതത്തിൻ്റെ പരമാധികാരവും സമാധാനവും സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സായുധ സേന വഹിക്കുന്ന പങ്ക് വാക്കുകൾക്കും അതീതമാണ്. മാതൃരാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നതിനൊപ്പം തന്നെ ലോകത്തിനു മുന്നിൽ കരുണയുടെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഉദാത്തമായ മാതൃകകൾ കാഴ്ചവെക്കുവാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റങ്ങളെയും ഭീഷണികളെയും അതിശക്തമായി നേരിടുമ്പോഴും മാനുഷികമായ മൂല്യങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം നൽകുന്ന വില ചെറുതല്ലെന്ന് ഓരോ ചരിത്ര സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖ ലംഘിച്ച് അതിർത്തി കടന്ന അസദ് ഖാൻ എന്ന പാക് സ്വദേശിയെ സുരക്ഷിതമായും മാന്യമായും അയാളുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടി ഭാരതത്തിൻ്റെ ഉന്നതമായ മിലിറ്ററി എത്തിക്സിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒന്നാണ്. അതിർത്തി കടന്നെത്തിയ വ്യക്തിയോട് തടവറയിലായിരുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യം കാണിച്ച മാന്യതയും അനുകമ്പയും കേവലം ഒരു തടവുകാരനോടുള്ള സമീപനമല്ല, മറിച്ച് ഭാരതീയ സംസ്കാരം ഓരോ സൈനികനിലും വളർത്തിയെടുത്ത ഉന്നതമായ അച്ചടക്കത്തിൻ്റെയും ഉദാര മനസ്കതയുടെയും തെളിവാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും ഇടയിൽ നിയന്ത്രണ രേഖയിലെ ഒരു അതിർത്തി പോസ്റ്റിൽ വെച്ച് ഇന്ത്യൻ ആർമിയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർക്ക് നിറകണ്ണുകളോടെ ഒരു പാക് സൈനികൻ കൈകൊടുത്ത അപൂർവ നിമിഷം ലോകത്തിന് നൽകുന്നത് സമാധാനത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ്. ഇത് കേവലം ഒരു നയതന്ത്ര നടപടിയല്ല, മറിച്ച് ശത്രുവിനോടും അന്തസ്സോടെ പെരുമാറാൻ പഠിപ്പിക്കുന്ന ഭാരതീയ സൈനിക തത്വത്തിൻ്റെ പ്രതിഫലനമാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം നിരവധി മാനുഷിക മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പാക് സൈനികർ ഒന്നിച്ച് കീഴടങ്ങിയ 1971 യുദ്ധകാലത്ത് യുദ്ധ തടവുകാരോട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറം തികച്ചും മാനുഷികമായ പരിഗണന നൽകിയ ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടും അതിർത്തി സംരക്ഷിക്കുന്ന സൈനികർ തോക്കുകൾക്ക് മുന്നിൽ കൈകൾ ഉയർത്തുന്ന ശത്രുവിനോട് അങ്ങേയറ്റത്തെ ദയ കാണിക്കാൻ മടിക്കാറില്ല. ഒരു സൈനികൻ രാജ്യത്തിന് വേണ്ടി പോരാടുന്നത് വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് തൻ്റെ പിന്നിലുള്ള രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന GK ചെസ്റ്ററിൻ്റെ വാരികൾ അന്വർത്ഥമാക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇന്ത്യൻ സൈന്യം എന്നാൽ യുദ്ധരംഗത്ത് ശത്രുക്കളെ നേരിടുന്നവർ മാത്രമല്ല, മറിച്ച് രാജ്യത്തിനകത്ത് ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ ഓടിയെത്തുന്ന ദൈവത്തിൻ്റെ കൈകൾ കൂടിയാണ്. രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് ഇന്ത്യൻ ആർമി എന്നാണ്. കേരളത്തിലെ മഹാപ്രളയ സമയത്തായാലും ഉത്തരാഖണ്ഡിലെ കേദർനാഥ് ദുരന്തകാലത്തായാലും സ്വന്തം ജീവൻ പണയം വെച്ച് 10,000-ങ്ങളെയാണ് നമ്മുടെ സൈനികർ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. കുത്തിയൊലിക്കുന്ന പ്രളയജലത്തിലും തകർന്നു വീഴുന്ന മലനിരകൾക്കിടയിലും ഭയപ്പെടാതെ സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രത്യാശയുടെ വെളിച്ചമായി മാറുവാൻ നമ്മുടെ സൈനികർക്ക് സാധിച്ചു. ഒരു പ്രദേശത്ത് സൈന്യത്തിൻ്റെ വാഹനം വരുമ്പോൾ ജനങ്ങൾ ശ്വാസം നേരെ വിടുന്നത് അവരിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്. ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രൊഫഷണലിസം ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സംരക്ഷണ സേനയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് ലോക സംഘർഷ മേഖലകളിലും സമാധാനം പുനഃസ്ഥാപിക്കാനും ദുരിതബാധിതരെ സഹായിക്കാനും ഇന്ത്യൻ സൈനികർ വഹിക്കുന്ന പങ്ക് ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്നു. വംശീയ കലാപങ്ങളും യുദ്ധങ്ങളും തകർത്ത മണ്ണിൽ സമാധാനത്തിൻ്റെ വിത്തുകൾ പാകാൻ ഇന്ത്യൻ സൈനികർക്ക് കഴിയുന്നത് അവരുടെ ഉള്ളിലെ സഹിഷ്ണുതയും കരുണയും കൊണ്ടാണ്. അതിർത്തി കടന്നെത്തുന്ന ശത്രുരാജ്യത്തിലെ പൗരന്മാരോടും സൈനികരോടും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ മാന്യമായും കാരുണ്യത്തോടെയും പെരുമാറാൻ ഭാരതീയ സൈന്യം എക്കാലത്തും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇതിന് നേർവിപരീതമായ അങ്ങേയറ്റം ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ തടവുകാർക്ക് നേരെ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ജനീവ കൺവെൻഷൻ കരാറുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാക് തടവറകളിൽ ഇന്ത്യൻ സൈനികരും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്കും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പലവട്ടം ചർച്ചയായിട്ടുള്ളതാണ്. ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങളിലൂടെ തടവുകാരുടെ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന പാക് ഭരണകൂടത്തിൻ്റെ ശൈലി നയതന്ത്ര മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്.
ഇന്ത്യൻ സൈനികർക്ക് നേരെ പാക് സൈന്യം നടത്തുന്ന ക്രൂരതകളുടെ ഏറ്റവും ദാരുണമായ മുഖം വെളിവാക്കപ്പെട്ടത് 99-ലെ കാർഗിൽ യുദ്ധസമയത്തായിരുന്നു. ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റൻ സൗരവ് കാലിയ ഉൾപ്പെടെയുള്ള 5 സൈനികരെ പാക് സൈന്യം ജീവനോടെ പിടികൂടുകയും ആഴ്ചകളോളം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ സിഗരറ്റ് കഷ്ണങ്ങൾ കൊണ്ട് പൊള്ളിക്കുകയും നാഡീവ്യൂഹങ്ങളെ തകർക്കുന്ന രീതിയിൽ മർദ്ദിക്കുകയും ചെയ്ത ശേഷം മാത്രമാണ് അവരെ കൊലപ്പെടുത്തുന്നത്. ഈ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ ലഭിച്ചപ്പോൾ രാജ്യം ഒന്നടങ്കം ആ ക്രൂരതയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ചു പോയി. സമാനമായ രീതിയിൽ ലാൻസ് ഡാങ്ക്, ഹോംരാജ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൈനികരുടെ മൃതദേഹങ്ങളോട് പാക് സൈന്യം കാണിച്ച അനാദരവും ക്രൂരതയും അവരുടെ സൈനിക ധാർമ്മികതയുടെ തകർച്ചയാണ് കാണിക്കുന്നത്. സൈനികർ മാത്രമല്ല, പാകിസ്ഥാൻ ജയിലുകളിൽ അകപ്പെട്ടു പോകുന്ന സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. ചാരവൃത്തി ആരോപിച്ച് പാകിസ്ഥാൻ ജയിലിലടച്ച സർബ്ജിത് സിംഗിൻ്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. വർഷങ്ങളോളം ഇരുണ്ട സെല്ലുകളിൽ കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ച അദ്ദേഹത്തിന് കൃത്യമായ നിയമസഹായമോ നയതന്ത്ര പരിഗണനയോ നൽകുവാൻ പാക് അധികൃതർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ജയിലിനുള്ളിൽ വെച്ച് സഹതടവുകാരുടെ ആസൂത്രിതമായ ആക്രമണത്തിനിരയായി അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് കിർപാർ സിംഗ് ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ തടവുകാർ നിഗൂഢമായ സാഹചര്യങ്ങളിൽ പാക് ജയിലുകളിൽ മരണമടഞ്ഞിട്ടുണ്ട്. മരണശേഷവും അവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ മാസങ്ങളോളം വൈകിപ്പിക്കുന്ന മനഃപൂർവ്വമായ പീഡനമുറകളും പാകിസ്ഥാൻ അവലംബിക്കാറുണ്ട്. കടലിൽ അതിർത്തി തിരിച്ചറിയാൻ സാധിക്കാതെ പാക് കോസ്റ്റ് ഗാർഡിൻ്റെ പിടിയിലാകപ്പെടുന്ന പാവപ്പെട്ട ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയും സമാനമാണ്. ഗുജറാത്ത്, ദാമൻ ദിയു തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ജയിലുകളിൽ നരകയാതന അനുഭവിക്കുന്നത്. ചെറിയ ബോട്ടുകളിൽ ഉപജീവനത്തിനായി പോകുന്ന ഇവരെ വലിയ കുറ്റവാളികളെ പോലെയാണ് പാക് ജയിൽ അധികൃതർ കൈകാര്യം ചെയ്യുന്നത്. മോശം ഭക്ഷണവും വൃത്തിഹീനമായ അന്തരീക്ഷവും കാരണം ഇവരിൽ ഭൂരിഭാഗം പേരും നിത്യരോഗികളായി മാറുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ഇവരെ മോചിപ്പിക്കാതെ വർഷങ്ങളോളം തടവിൽ പാർപ്പിക്കുന്ന ശൈലിയാണ് പാകിസ്ഥാൻ തുടരുന്നത്. ഇത് ആ കുടുംബങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും മാനസിക തകർച്ചയിലേക്കും തള്ളിവിടുന്നു. പാക് ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ കാണാനെത്തുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് പാക് അധികൃതർ കാണിക്കുന്ന മാനസിക പീഡനങ്ങളും നയതന്ത്ര ലോകത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ കാണാൻ പാകിസ്ഥാനിലെത്തിയ അദ്ദേഹത്തിൻ്റെ അമ്മയോടും ഭാര്യയോടും പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പെരുമാറിയ രീതി ഇതിന് തെളിവാണ്. അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളായ മാംഗല്യസൂത്രവും വളകളും അഴിപ്പിച്ച് വാങ്ങുകയും മാതൃഭാഷയായ മറാത്തിയിൽ സംസാരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഒരു ഗ്ലാസ് ഭിത്തിക്ക് അപ്പുറത്ത് നിർത്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് അവർക്ക് കൂടിക്കാഴ്ച പോലും അനുവദിച്ചത്. തടവുകാരെ മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ടവരെ പോലും മാനസികമായി തകർക്കുക എന്ന ക്രൂരമായ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാനവികതയുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ തങ്ങളുടെ തടവറകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും പാക് തടവുകാരെ സുരക്ഷിതമായി തിരിച്ചേക്കാൻ കാണിക്കുന്ന താല്പര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. മനുഷ്യാവകാശ സംഘടനകളുടെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും ഇടപെടലുകൾ പലപ്പോഴും പാകിസ്ഥാൻ അവഗണിക്കുകയോ നയതന്ത്ര വിലപേശലുകൾക്കായി തടവുകാരെ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. ഭാരതം ലോകത്തിന് മുന്നിൽ കാരുണ്യത്തിൻ്റെ മാതൃകയാകുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ തടവുകാരോട് കാണിക്കുന്ന ഈ ക്രൂരതകൾ ആഗോളതലത്തിൽ ഭാരതീയരുടെ മനസ്സിൽ വലിയ മുറിവുകളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ജാതിയോ മതമോ പ്രാദേശികതയോ ഇല്ലാതെ ഭാരതമെന്ന ഒരൊറ്റ വികാരത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം എക്കാലവും നിലകൊള്ളുന്നത്. നേരെ മറിച്ച് ജാതിയോ മതമോ പ്രാദേശികതയോ ഇല്ലാതെ ഭാരതമെന്ന ഒരൊറ്റ വികാരത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം നിലകൊള്ളുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്ന യുവാക്കൾ ഒരൊറ്റ ലക്ഷ്യത്തിനായി ഭാരതമാതാവിൻ്റെ സംരക്ഷണത്തിനായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ഏത് ജനാധിപത്യ രാജ്യത്തിനും മാതൃകയാക്കാവുന്ന ഒന്നാണ്. കഠിനമായ സിയാച്ചിൻ മഞ്ഞുമലകളിലും കത്തുന്ന രാജസ്ഥാൻ മരുഭൂമിയിലും ഒരുപോലെ രാജ്യത്തിനായി ചോരയൊഴുക്കുവാൻ അവർ തയ്യാറാകുന്നത് രാജ്യത്തോടുള്ള അചഞ്ചലമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിർത്തികളിൽ കാറ്റും മഞ്ഞും വെയിലും വകവയ്ക്കാതെ ജാഗരൂകരായിരിക്കുന്ന ഓരോ സൈനികൻ്റെയും ത്യാഗമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും പുരോഗതിയും. സ്വന്തം കുടുംബത്തെയും സന്തോഷങ്ങളെയും മാറ്റിവെച്ച് രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയാണ് അവർ അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത്. ശത്രുരാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ജനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാരുണ്യത്തിനെ അഭ്യർത്ഥനകൾ നടത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ ആഗോള പ്രതിച്ഛായയെ എത്രത്തോളം ഉന്നതമാണ് എന്ന് തെളിയിക്കുന്നു. ഭാരതത്തിൻ്റെ ഈ കാവലാളുകൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ മാത്രമല്ല, ലോകത്തിന് മാതൃകയായ മാനവിക മൂല്യങ്ങളെ കൂടിയാണ് സംരക്ഷിക്കുന്നത്.
ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ കരുണയുമായി നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓരോ നടപടിയും ഭാരതമെന്ന രാജ്യത്തിൻ്റെ ഉദാരതയുടെ ആഴം വിളിച്ചോതുന്നു. ധീരതയോടൊപ്പം തന്നെ ധർമ്മവും മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നതും അവരെ ആദരിക്കാൻ കഴിയുക എന്നതും ഓരോ ഭാരതീയൻ്റെയും വലിയ ഭാഗ്യമാണ്. ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ധീര സൈനികർക്ക് മുന്നിൽ രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.